നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിയിൽ ചീഫ് ജസ്റ്റിസിനോട് അഭിപ്രായം തേടി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് 14 കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് രാഷ്ട്രപതി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള അധികാരം വെച്ചാണ് രാഷ്ട്രപതി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാതിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സ്വാതി, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മാത്രമല്ല ഈ വിഷയം ചർച്ചയാവുന്നത് രാജ്യത്ത് പലയിടങ്ങളിലും ഈ പ്രതിസന്ധി. സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാനുള്ള നടപടികൾ ഗവർണർമാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം, വിമർശനങ്ങൾ, അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പല ഘട്ടമുണ്ടായപ്പോഴാണ് തമിഴ്നാട് ആദ്യമായി സുപ്രീം കോടതിയിൽ പോകുന്നു. ആ വിഷയത്തിൽ തമിഴ്നാടിന് അനുകൂലമായ ഒരു വിധി വരുന്നു. സമാനമായി തന്നെ ഒരു ഹർജി കേരളത്തിൻ്റെതും സുപ്രീം കോടതിയിൽ ഉണ്ട് എന്ന ഘട്ടം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ആ സമയത്താണ് നിർണായകമായ ഒരു വിധി വരുന്നു. അതിനെ മറികടക്കാനുള്ള ഇടപെടലുകൾ സംഘപരിവാർ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്ന് വേണമല്ലോ ഈ പുതിയ നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് അന്ന. ഈ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ്, അതിന് പിന്നാലെ സുപ്രീം കോടതി അത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കുകയും അതിനുശേഷം തന്നെ ഈ കാര്യം വലിയ തരത്തിൽ രാജ്യത്താകമാനം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പുതിയതായി ചുമതലയേറ്റിട്ടുള്ള BR ഗവായ്, ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റിട്ടുള്ള BR ഗവായ് ചുമതലയേറ്റിന് പിന്നീട് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു നിലപാട് ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് 14 കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് ഇപ്പോൾ രാഷ്ട്രപതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഭരണഘടനാ ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള അധികാരം രാഷ്ട്രപതി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതായത് 14ഓളം ചോദ്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഭരണഘടനയിൽ ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി രാഷ്ട്രപതിയോടും ഗവർണറോടും ഇങ്ങനെ സമയപരിധി നിശ്ചയിക്കണം, അല്ലെങ്കിൽ ഈ ബില്ലുകളിൽ ഒപ്പിടുന്നതിന് ഒരു സമയപരിധി വേണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്താണ്, അത് ധരിപ്പിക്കണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ചോദ്യം. ഈ ഭരണഘടനയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭരണഘടനയിൽ ഇല്ലാത്തൊരു കാര്യം എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് ഉത്തരവിടാൻ കഴിയുക എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 200 പ്രകാരമുള്ള ഗവർണറുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് നീതിയുക്തമാകുന്നത് എന്നുള്ളതും ഈ 14 ചോദ്യങ്ങളിൽ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് രാഷ്ട്രപതി. സുപ്രീം കോടതിയുടെ പ്ലീനറി അധികാരം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ ദുരുപയോഗം ചെയ്യുകയാണോ എന്നുള്ള ചോദ്യം കൂടി ദ്രൗപദി മുർമു ചോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ രാഷ്ട്രപതി അഭിപ്രായം തേടുമ്പോൾ, സുപ്രീം കോടതിയോട് അഭിപ്രായം തേടുമ്പോൾ ഈ 14 ചോദ്യങ്ങൾ സംബന്ധിച്ച നിലവിൽ ഈ സാഹചര്യം വിലയിരുത്തണമെങ്കിൽ തന്നെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് BR ഗവായ് ഒരു 3, 4, 5 പേരടങ്ങുന്ന ഒരു ബെഞ്ച് പുതിയതായി രൂപീകരിച്ചുകൊണ്ട് ഈ കാര്യം പരിശോധിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് ഈ കാര്യത്തിലെ മറ്റൊരു വശം. എന്നിരുന്നാലും ഈ വിഷയം സംബന്ധിച്ച് ഗവർണർക്കെതിരെയും പ്രത്യേകിച്ചും തമിഴ്നാട് ഗവർണർക്കെതിരെ ഈ വിഷയം വന്നതിന് പിന്നാലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും BJP ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അവരുടെ രാഷ്ട്രീയ താല്പര്യം കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ BJP അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി പല സംസ്ഥാനങ്ങളുടെ ഏറ്റവും സുപ്രധാന ബില്ലുകൾ വരെയും പിടിച്ചുവെച്ച സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന പശ്ചാത്തലം. ഇപ്പോൾ കേരളം പോലും ഈ വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ഹർജി ഇപ്പോൾ നിലവിൽ ഉള്ള സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ വിഷയം സംബന്ധിച്ചിപ്പോൾ രാഷ്ട്രപതി കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഗവർണർക്കും രാഷ്ട്രപതിക്കും ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് എന്ത് അധികാരം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതിയും ഇത് സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കണം, ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ദ്രൗപദി മുർമു ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BR ഗവായിയോട് ഇത്തരത്തിൽ 14 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ സമയപരിധി സംബന്ധിച്ച അല്ലെങ്കിൽ സമയപരിധി നിശ്ചയിച്ചിട്ടുള്ള ഹർജികളിൽ സംബന്ധിച്ച വിധികൾ സംബന്ധിച്ച ഒരു ചോദ്യങ്ങൾ കൂടുതലും ഈ ആരോപണങ്ങൾ എന്ന നിലയിൽ തന്നെയും രാഷ്ട്രപതി മുന്നോട്ട് വെക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തായാലും സുപ്രീം കോടതി അഭിപ്രായം തേടിയ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഈ വിഷയം വീണ്ടും പുനഃപരിശോധിക്കേണ്ടി വന്നേക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതെ സ്വാതി, RL രവിക്ക് പ്രതികൂലമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോഴാണ് ഇത് രാജ്യമാകമാനം ചർച്ചയാകാൻ വിധത്തിലുള്ള
ഘട്ടത്തിലേക്ക് മാറുന്നത് അങ്ങനെയാണ്. അതിന് സമാനമായ കേസ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബില്ലുകൾ പിടിച്ചുവെച്ചതും അതിനുശേഷമുള്ള സംഭവവികാസങ്ങളും ഒക്കെ രാജ്യസമക്ഷത്ത് ഉള്ളതാണ്. ആ സമയത്താണ് ഇങ്ങനെ നിർണായകമായ ഒരു സംഗതി വരുന്നത്. അന്ന് തന്നെ വിമർശനങ്ങൾ നിലനിന്നിരുന്നതാണ് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് എന്ന വിധത്തിൽ. ആ സമയം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇതിൽ രാഷ്ട്രപതിക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ എന്നതാണ് ദ്രൗപദി മുർമു ഉന്നയിക്കുന്ന രണ്ടാമത്തെ ചോദ്യം. അതിൽ മന്ത്രിസഭയുടെ അധികാര പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നത് ഗവർണർമാർ അങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, രാഷ്ട്രപതി ഏതിനെ മുൻനിർത്തിയാണോ പെരുമാറുന്നത് അത് രാഷ്ട്രപതിയിൽ ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് തീർച്ചയായും കേന്ദ്ര സർക്കാരാണ്. അത് പുതിയൊരു കീഴ്വഴക്കമൊന്നുമല്ല. അങ്ങനെയാണ് ഭരണഘടന അനുസരിച്ചുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് അന്തിമമായ ഒരു ഒപ്പിടുക എന്ന ചുമതലയാണ് രാഷ്ട്രപതിയിൽ വന്നു ചേരുന്നത് എന്നാണല്ലോ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ ഗവർണർമാരുടെ ഈ വിഷയം സംബന്ധിച്ച് പല സംസ്ഥാനങ്ങൾ ഈ ചോദ്യം ഉയർത്തുകയും അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾക്ക് ഇടയാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. കേരളത്തിലെയും തമിഴ്നാടിന്റെയും ഒക്കെ സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഗവർണർമാർ ഈ ബില്ലുകളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ബില്ലുകൾ ഒപ്പിടാതെ കുറെ കാലം വെച്ചിരിക്കുന്ന സാഹചര്യം, ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് സർക്കാരുകൾ, ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളതും സുപ്രീം കോടതി കൃത്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും കാര്യത്തിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും ഇത്തരത്തിൽ ഈ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ളൊരു വിധി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും BJP സംബന്ധിക്കും വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ്, പുതുതായി ചുമതലയേറ്റ ചീഫ് ജസ്റ്റിസ് വന്നതിന് തൊട്ട് പിന്നാലെയാണ് രാഷ്ട്രപതി ഇക്കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായും പറയുന്നുമുണ്ട് 200 പ്രകാരമുള്ള ഗവർണറുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് നീതിയുക്തമാകുന്നത് എന്ന് വ്യക്തമാക്കണമെന്നാണ് സുപ്രീം കോടതിയോട് ഇപ്പോൾ രാഷ്ട്രപതി ആവശ്യപ്പെട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭരണഘടനയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. സമയപരിധി സംബന്ധിച്ച് യാതൊന്നും ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടില്ല. ഭരണഘടനയിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഒരു അധികാരം ഉള്ളത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടുള്ളത്. ഇതിൽ അഭിപ്രായം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ, 14ഓളം ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇത് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ സുപ്രീം കോടതിക്ക് ഉണ്ട്. കഴിഞ്ഞ ഇത് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുകയും ആ ഹർജികളിൽ വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ കൂടി വീണ്ടും ഈ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് വലിയ സമ്മർദ്ദം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വിഷയം വീണ്ടും രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരികയും അഭിപ്രായം തേടുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളത്. അന്ന, ശരി, സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ ചീഫ് ജസ്റ്റിസിനോട് അഭിപ്രായം തേടിയിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.